തിരുവനന്തപുരം നഗരസഭയിലെ അനധികൃത നിയമനത്തിനെതിരെ ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ഇഷ്ടക്കാരെ തിരികെ കയറ്റി അനധികൃത നിയമനം നടത്തുന്ന മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. മേയറുടെ ഡയസിന് മുന്നിൽ കയറി ബി.ജെ.പി. കൗൺസിലർമാർ മുദ്രാവാക്യം വിളിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ബി.ജെ.പി. അറിയിച്ചു. നഗരസഭയിൽ ഇടതുഭരണ സമിതി നടത്തുന്ന അഴിമതിക്കെതിരെയാണ് ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. കൗൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുമ്പേ കൗൺസിലർമാർ പ്രതിഷേധം ആരംഭിച്ചു. മേയറുടെ ഡയസിന് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമായിരുന്നു പ്രതിഷേധം. പ്രതിഷേധം കനത്തതോടെ പോലീസ് എത്തി ഡയസിൽ നിന്ന് താഴെയിറക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതോടെ കൗൺസിലർമാരും പോലീസും തമ്മിൽ വാക്കേറ്റമായി. പ്രതിഷേധങ്ങൾക്കിടയിൽ മേയർ എത്തി യോഗ നടപടികൾ ആരംഭിക്കുകയും ബില്ലുകൾ പാസാക്കുകയും ചെയ്തു. ഇതോടെ കൗൺസിൽ ഹാളിലും പുറത്തും ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നും ബി.ജെ.പി. നേതാവ് വി രാജേഷ് അറിയിച്ചു. പ്രതിഷേധിച്ച പ്രവർത്തകരെയൊക്കെ തന്നെ വനിതാ പോലീസിനെ ഉപയോഗിച്ച് ഉപദ്രവിച്ചുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ അജണ്ട പാസ്സാക്കിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം തുടരും. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുമായി ഉൾപ്പെടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ശക്തമായ സമരവുമായി മുന്നിട്ടിറങ്ങിയിരുന്നത്. കഴിഞ്ഞതിന് ഈ അനധികൃത നിയമനത്തിനെതിരെ 56 ദിവസത്തെ പ്രതിഷേധം കോർപ്പറേഷന് മുമ്പിൽ സംഘടിപ്പിച്ചു. അതിനുശേഷമാണ് CPM അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. വളഞ്ഞ വഴിയിലൂടെ ഈ നിയമനം നടത്തുവാനുള്ള എല്ലാ നീക്കത്തെയും ഞങ്ങൾ തടയും. പ്രതിഷേധിച്ച ബി.ജെ.പി. പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും പറഞ്ഞു. തൊഴിലാളികൾ എടുക്കുന്ന അനധികൃത നിയമനം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അതിനിവിടെ കൗൺസിലർമാർ നടത്തിയിട്ടുള്ള സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ പിന്തുണ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ഇടതുഭരണ സമിതി നടത്തുന്ന അഴിമതിക്കെതിരെയാണ് ബി.ജെ.പി. പ്രതിഷേധിച്ചത്. 671 പേർ അടങ്ങിയ എംപ്ലോയ്മെന്റ് ലിസ്റ്റിൽ കഴക്കൂട്ടം കൗൺസിലർ കവിത LS ഉൾപ്പെടുത്തി നിയമനം നടത്തി. ഇതടക്കമുള്ള അനധികൃത നിയമനങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി. പ്രതിഷേധിച്ചത്. നഗരസഭയിൽ ഇടതുഭരണ സമിതി നടത്തുന്ന അഴിമതിക്കെതിരെ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ബി.ജെ.പി. അറിയിച്ചു. ജനം, തിരുവനന്തപുരം.